അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുവാനുള്ള വഴിയിൽ നാം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ത് എന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അവൻ നമുക്ക് നൽകിയ എല്ലാ വിഹിതത്തെയും പരിപൂർണമായ തൃപ്തിയോടുകൂടെ സ്വീകരിച്ച് അവനെ തൃപ്തിപ്പെടുക, അവൻ്റെ തൃപ്തി അതിലൂടെ നാം നേടിയെടുക്കുക, അഥവാ റാദിയത്തുൻ മർദിയത്തുൻ എന്ന പദവിയിലേക്ക് നാം എത്തിച്ചേരുക. അവൻ്റെ തൃപ്തി നേടിയവനും അവനെ തൃപ്തിപ്പെട്ടവനും റാദിയത്തൻ മർദിയത്തൻ എന്ന മഹത്തായ ഒരു പദവിയിലേക്ക് നാം എത്തിച്ചേരുക എന്നതാണ് ഈ ജീവിതത്തിൽ നാം ലക്ഷ്യമാക്കുന്നത്. റബ്ബിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി അവൻ്റെ അടിമയായ മനുഷ്യൻ നാം ഓരോരുത്തരും നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിചാരങ്ങൾ, അതേപോലെ തന്നെ പെരുമാറ്റം, സ്വഭാവം, അവനെ അനുസരിക്കുന്നത് എല്ലാം വളരെ മികച്ചതാക്കി അഹ്സനാക്കി മാറ്റുക. അവൻ തൃപ്തിപ്പെടാൻ വേണ്ടി വളരെ നല്ല നിലയിലാക്കുക. അവന് വേണ്ടി മാത്രമായി തീരുക ഈ കർമ്മങ്ങളൊക്കെ. റിയായിൽ നിന്ന് രക്ഷപ്പെടുക. അവന് മാത്രമായി ചെയ്യുന്ന, ഏറ്റവും മികച്ചതായി ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ തൃപ്തിപ്പെടും. അവൻ തൃപ്തിപ്പെടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു അടിമയുടെ, അള്ളാഹുവിൻ്റെ അടിമയായി തീരുന്നവൻ്റെ ലക്ഷ്യം. രക്ഷിതാവിൻ്റെ, റബ്ബിൻ്റെ അടിമ. അങ്ങനെ റബ്ബിൻ്റെ യഥാർത്ഥ അടിമയായി തീരുമ്പോൾ, അവൻ്റെ അബ്ദ് ആയി തീരുമ്പോൾ, ഇബാദുല്ലയിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ പെടുന്നതിന് വേണ്ടി അവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ആത്മാർത്ഥമായി, ഇഹ്സാനായി, നിഷ്കളങ്കമായി നാം ചെയ്യുക. ആ കർമ്മങ്ങളെ റബ്ബ് തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നു. അതിലൂടെ അവൻ്റെ തൃപ്തി നേടുകയും ചെയ്യുന്നു. ഈ ഒരൊറ്റ ലക്ഷ്യമാണ് നമുക്ക് ഈ ജീവിതത്തിലൂടെ നേടിയെടുക്കുവാനുള്ളത്. റബ്ബിൻ്റെ ഖബൂലിയത്ത്, അവൻ സ്വീകരിക്കുക, അവൻ തൃപ്തിപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ അമലിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ ഏറ്റവും നല്ല കർമ്മം, ആ കർമ്മം അല്ലാഹു തൃപ്തിപ്പെടുക, ആ തൃപ്തിപ്പെടുന്നത് അവൻ സ്വീകരിക്കുക, അവൻ ഖബൂലാക്കുക. നല്ല കർമ്മങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അല്ലാഹു അത് തൃപ്തിപ്പെടുന്നതായി തീരുക, അങ്ങനെ അത് ഖബൂലായി മാറുകയും ചെയ്യുക. ഈ ഒരൊറ്റ ലക്ഷ്യമാണ് നാം ഈ ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നത്. അങ്ങനെ ഉള്ള ജീവിതത്തിൽ ഈ ദുനിയാവിൽ തന്നെ അതിൻ്റെ ഖബൂലിയത്തിൻ്റെ, അവൻ സ്വീകരിച്ചതിൻ്റെ, അവൻ തൃപ്തിപ്പെട്ടതിൻ്റെ, അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ഈ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരും. അഥവാ പ്രത്യേകമായൊരു ശാന്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരും. സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നമ്മിലേക്ക് അല്ലാഹു സമ്മാനിക്കും. നിർഭയമായ ഒരു ജീവിതം, ശാന്തമായ ഒരു ജീവിതം ഈ ലോകത്ത് അല്ലാഹു നമുക്ക് സമ്മാനിക്കും. അവൻ നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത്രയും സുന്ദരമായ, സുഖകരമായ ഒരു ജീവിതമാണ് ലഭിക്കുക. നോക്കുക, വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന ഒരു കാര്യം, ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അവനാണ്, അല്ലാഹുവാണ് സക്കീനത്ത്, സമാധാനം, ശാന്തി, പ്രശാന്തി ഇറക്കിത്തരുന്നവൻ. ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക്, അവനെ വിശ്വസിച്ചവരായ അവൻ്റെ അടിമകളുടെ, മുഅ്മിനുകളുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഇട്ട് തരുന്നതാണ് ശാന്തമായൊരവസ്ഥ. ലിയസ്ദാദു ഈമാനൻ മാ ഈമാനിഹിം,
അവരുടെ മുമ്പുള്ള വിശ്വാസത്തിൻ്റെ കൂടെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുക. എന്താണ് ഈമാൻ എന്ന് പറയുന്നത്? ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ശക്തമായ പോസിറ്റീവ് എനർജി, ശാന്തത നൽകുന്ന ഒരു എനർജി, സമാധാനം നൽകുന്ന ഒരു എനർജി, അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു എനർജി, അവന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യുവാനുള്ള താല്പര്യം ജനിപ്പിക്കുന്ന ഒരു തരം ഒരു പ്രത്യേകമായ എനർജി അവൻ ഇട്ടുതരുന്നതാണ് അവൻ്റെ ഈമാനിൽ വർധനവ് തരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈമാൻ വർദ്ധിക്കുന്ന ഒരവസ്ഥയിൽ ശാന്തി നിർഭരമായ ഒരു ജീവിതത്തിലേക്ക് അവൻ എത്തിച്ചേരും. എപ്പോഴാണ് ഒരു ഹൃദയം ശാന്തമാവുക? എപ്പോഴാണ് ഒരു മനുഷ്യന് ശാന്തിയിലേക്ക് എത്താൻ സാധിക്കുക, പ്രശാന്തമായൊരു ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുക? നാം ആഗ്രഹിക്കുന്ന നിയമത്തുകൾ പരിപൂർണമായി ലഭിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയ വികാരമായി മാറലാണ് അള്ളാഹുവിൻ്റെ ശാന്തി നമ്മിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. അഥവാ അള്ളാഹുവിൻ്റെ നിയമത്ത് നമുക്ക് മതിയായതായി തീരുക, അത് മതിയാകുന്ന ഒരവസ്ഥ നമ്മിൽ ജനിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മിലേക്ക് വരിക എന്നതാണ് അള്ളാഹു തൃപ്തിപ്പെട്ടതിൻ്റെ, അവൻ്റെ സമാധാനം നേടിയവരുടെ ലക്ഷണമായി നാം കാണേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ, ദാഹിച്ചു വലഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് എവിടെ നിന്നും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല എന്ന ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് അയാൾ അശാന്തനാണ്, സമാധാനമില്ലാത്തവനാണ്. അയാൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അയാൾക്ക് കുടിക്കാൻ അല്പം വെള്ളം കിട്ടണം. അങ്ങനെ ആ അല്പം കുടിക്കാനുള്ള വെള്ളം കുടിക്കുമ്പോൾ അദ്ദേഹത്തിലുണ്ടാകുന്ന ഒരു വലിയ സംഗതി, അതാണ് ശാന്തി, സമാധാനം എന്ന് പറയുന്നത്. നമുക്ക് സമാധാനമായി, വെള്ളം കിട്ടി. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുന്ന രാത്രിയിൽ, കൂരിട്ടുള്ള രാത്രിയിൽ, അതിശക്തമായ ഇടിമിന്നലിൽ, ശക്തമായ കാറ്റും കൂളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എന്തൊരു ഭീതിജനകമായ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഒരാളെ കൂട്ടുകിട്ടുമ്പോൾ നമുക്കൊരു സമാധാനം, നമ്മുടെ വീട് അണയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ശാന്തി വരുന്ന, സമാധാനം വരുന്ന ഒരു തുറവി ജീവിതത്തിൽ വന്നു കിട്ടുക എന്നതാണ്. അള്ളാഹു നമുക്ക് അത് ഇട്ട് തരിക എന്നതാണ് തുമഇനീനത്ത്, സക്കീനത്ത്, ശാന്തത, പ്രശാന്തി എന്നതൊക്കെ ജീവിതത്തിൽ അപ്പോഴാണ് കടന്നു വരിക. അങ്ങനെയുള്ള ഒരു നിയമത്ത് നാം ഉദ്ദേശിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണ, നിയമത്ത് എന്താന്നുള്ളതിൽ കുറേ തെറ്റിദ്ധാരണകൾ നിറഞ്ഞിരിക്കുന്നു. കുറേ സമ്പത്ത് കുന്നുകൂടലാണ് നിയമത്തിൻ്റെ ലക്ഷണം എന്ന് പലരും വിചാരിക്കുന്നു. ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുചേരലാണ് നിയമത്ത് എന്ന് ധരിക്കുന്നു. എന്നാൽ ഇന്ന് നാം നമ്മുടെ തന്നെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവ സത്യം, വലിയ സമ്പന്നനായ ഒരു വ്യക്തിക്കില്ലാത്ത ശാന്തി, സമാധാനം അനുഭവിക്കുന്നവരാണ് ഒന്നുമില്ലാത്ത ദരിദ്രൻ. വലിയ ശക്തിയും പവറും ശേഷിയുമുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കാത്ത ശാന്തമായ ഒരു ജീവിതം ദുർബലനായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. ഇതൊക്കെ നാം കാണുന്നതും അറിയുന്നതുമാണ്. സമ്പത്തിലല്ല, മറ്റുള്ള സ്ഥാനമാനങ്ങളിലൊന്നുമല്ല, ഭൗതികമായ ഒരു നേട്ടത്തിലുമല്ല ശാന്തി, സമാധാനം എന്നത് നിൽക്കുന്നത്. അത് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഉള്ളതിൽ ഉള്ള ഒരു വല്ലാത്ത ശാന്തി, വല്ലാത്തൊരു സമാധാനം, ഒരു തൃപ്തിപ്പെടൽ, അതിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് റബ്ബിനെ തൃപ്തിപ്പെടുന്നവരാകും. നോക്കുക, വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന ഒരു വചനം, ഖദ് അഫ്ലഹ മൻ അസ്ലം, അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിക്കുവാൻ കഴിഞ്ഞവൻ മഹാഭാഗ്യം നേടി. വറുസിക കിഫാഫൻ,
അവന് മതിയായത്ര റിസ്ക് കിട്ടി, കഴിഞ്ഞുകൂടാനുള്ള ആഹാരം, വിഭവങ്ങൾ, അന്നാന്നത്തെ നിത്യവൃത്തിക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവന് നൽകിയ ഈ കാര്യത്തിൽ അള്ളാഹു അവനെ സംതൃപ്തനാക്കി മാറ്റി, മതിയായവനാക്കി മാറ്റി. ഇത് മതി എൻ്റെ ജീവിതത്തിൽ എന്നൊരു പരിപൂർണമായ അനുഗ്രഹത്തിന്റെ ബോധം, അവസ്ഥ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തു. ഇങ്ങനെയുള്ള ലഭിക്കപ്പെട്ട അനുഗ്രഹത്തിൽ ലഭിക്കുന്ന ഒരു വല്ലാത്ത സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും കാര്യമാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. കുറെ സമ്പത്ത് കുന്നുകൂടലല്ല. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി വിവരിക്കുന്നു. നോക്കുക, വിശുദ്ധ ഖുർആനിലൂടെ അത്തരം ആളുകളെ വിവരിക്കുന്നു. ആ സമാധാനം, ആ ശാന്തി, അനുഗ്രഹം അനുഭവിച്ചവർ ആരാണ് എന്ന് ഉണർത്തുകയാണ്. ആരാണോ അള്ളാഹുവിനെയും തിരുദൂതരെയും അനുസരിക്കുന്നവൻ, അവനനുസരിച്ച് ആ കൽപ്പനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ, സംതൃപ്തിയോടുകൂടെ അനുസരിക്കുന്നവൻ, സ്വമേധയാ അനുസരണം കാണിക്കുന്നവൻ, അവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ നിയമത്തിന്റെ ബോധം ലഭിച്ചവരിൽപ്പെട്ടവർ. നിയമത്ത് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരാണുള്ളത്. ആരൊക്കെയാണത്? മിനൻ നബിയ്യീൻ, നബിമാരിൽ, വസിദ്ദീഖീന, ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയവർ, ഈമാനിനെ, അവരുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തിയവർ സിദ്ദീഖീങ്ങൾ, വശുഹദാ, ഈ ശുഹദാക്കൾ. ആരാണ് ശുഹദാക്കൾ? അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ സാക്ഷിയായി ജീവിക്കുകയും ഈ ലോകത്ത് ഇവിടെ പറയുകയും ചെയ്യുന്നവർ, സത്യത്തിന്റെ സാക്ഷിയാകുന്നവർ, അതേപോലെ തന്നെ ഈമാനിനെ സത്യപ്പെടുത്തുന്നവർ, നബിമാർ, വസ്സാലിഹീൻ, സാലിഹുകളായ നല്ല കർമ്മങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായ അമല് ചെയ്യുന്നവരുടെയും കൂട്ടത്തിൽ. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണവർ. പ്രിയ സഹോദരന്മാരെ, അനുഗ്രഹിച്ചവരെ പറ്റി തന്നെ നബിമാർ, അവർക്ക് ഭൗതികമായി എത്ര വലിയ സാഹചര്യങ്ങളുണ്ടായിരുന്നത്, എത്ര സമ്പത്ത് കുന്നുകൂട്ടിയവരായിരുന്നു അവർ, എത്ര ബാങ്ക് ബാലൻസ് ഉള്ളവരായിരുന്നു അവർ. അങ്ങനെ ഉള്ളവരായിരുന്നോ നബിമാരൊക്കെ? അങ്ങനെയുള്ളവരായിരുന്നോ സിദ്ദീഖീങ്ങൾ? അങ്ങനെയുള്ളവരായിരുന്നോ രക്തസാക്ഷികളായ ശുഹദാക്കൾ? അപ്പോൾ എന്താണ് നിയമത്ത് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? വസ്സാബിഖൂനൽ അവ്വലൂൻ, തൗബ സൂറത്തിൽ 100-ാമത്തെ വചനം പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യം മുൻകടന്നവർ, ഈമാനിലേക്ക് മുൻകടന്നവർ. അൽ മിനൽ മുഹാജിരീന, എല്ലാം മദീനയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി, മക്കയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറുകൾ. വൽ അൻസാർ, അവരെ എല്ലാം കൊടുത്തു സഹായിച്ച മദീനയിലെ അൻസാറുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, സുഹൃതത്തിലൂടെ അവരെ പിന്തുടർന്നവർക്കെല്ലാം റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അവനെയും തൃപ്തിപ്പെടുന്നവരാണ്. ഈ തൃപ്തി, ഈ ഉഭയബന്ധം, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഈ ഉഭയബന്ധം, റബ്ബും അബുദും തമ്മിലുള്ള ഈ ഉഭയബന്ധം, അതാണ് പരസ്പരം തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം. എന്തുമാത്രം അനുഗ്രഹീതമാണ് ഈ ജീവിതം, എന്തുമാത്രം സമാധാനം നിറഞ്ഞതാണ് ഈ ജീവിതം. ഇതാണ് ജീവിതത്തിലെ ലക്ഷ്യപൂർത്തീകരണം. സൂറത്ത് ബയ്യിന. അല്ലയോ ശാന്തി നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ആത്മാവുകളെ, ഇർജിഇ ഇലാ റബ്ബിക്കി, നിന്റെ രക്ഷിതാവിലേക്ക് തിരിച്ചു വരും. റാദിയത്തൻ മർദിയത്തൻ, അവൻ തൃപ്തിപ്പെട്ടവനും അവനെ തൃപ്തിപ്പെട്ടവരുമായി. ഫദ്ഖുലി ഫീ ഇബാദി, അവന്റെ അടിമകളിൽ, അതാണ് ഇബാദുള്ള, അവന്റെ അടിമകളിൽ പ്രവേശിക്കൂ. വല്ലാത്തൊരു ഉയർന്ന പദവിയാണത്. വദ്ഖുലി ഫീ ജന്നത്തി, സ്വർഗത്തിലും പ്രവേശിക്കൂ. പരിപൂർണമായ ലക്ഷ്യപൂർത്തീകരണം, ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കൽ. ഒന്ന്, റാദിയത്തുൻ മർദിയത്താവുക, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാവുക, അവനെ തൃപ്തി കൈവരിച്ചവർ.
രണ്ടാമത്തത് അദ്ദുഖൂലു ഫിൽ ഇബാദ്, അവൻ്റെ അടിമകളിൽ അവൻ ചേർക്കുക, പ്രവേശിപ്പിക്കുക. മൂന്നാമത്തേത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ഈ 3 ലക്ഷ്യവും നേടുക എന്നതാണ് ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം അമല് ചെയ്യുന്നത്. അവനെ തൃപ്തിപ്പെടുന്നവരും അവൻ്റെ തൃപ്തി കൈവരിച്ചവരുമായ സ്വർഗം പുൽകുന്ന അവൻ്റെ അടിമകളിൽ അവൻ്റെ പ്രിയപ്പെട്ട അടിമകളിൽ നമ്മെ ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.